കഴിഞ്ഞ മണിക്കൂറുകൾക്ക് മുൻപ് ഒരു വാഹനാപകടം സംഭവിച്ചിരുന്നു. ആ അപകടത്തിൽ 6 പേർക്കാണ് പരിക്കേറ്റത്. നിരവധി പേർക്ക് പരിക്കേറ്റിരുന്നു. ഇരട്ടിയിലേക്ക് പോയ ഹോളി മാതാ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ആ വാർത്തയുടെ വിവരങ്ങളുമായി ഇപ്പോൾ ദൃശ്യമുണ്ട്. ദൃശ്യ, ഈ പരിക്കേറ്റവരുടെ നില ഇപ്പോൾ എങ്ങനെയുണ്ട്? ഈ ബസ് അമിത വേഗതയിലായിരുന്നോ? അജി, തീർച്ചയായും വലിയൊരു അപകടമാണ് നടന്നത്. ബസ്സിൽ ഈ കോഴിക്കോട് നിന്ന് ഇരിട്ടിയിലേക്ക് പോകുന്ന ബസ്സാണ്. ബസ്സിൽ ഈ യാത്രക്കാരും ഒരുപാട് ഉണ്ടായിരുന്നു. ഈ സമയത്താണ് ബസ് അമിത വേഗതയിൽ തന്നെയായിരുന്നു. ഏകദേശം 1:30-2 മണിയോടെയാണ് ഈ അപകടം നടക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ കണ്ടാൽ അറിയാം എത്രത്തോളം വലിയ ഒരു അപകടമാണ് നടന്നത്. ബസ് ആദ്യം ഒരു ടിപ്പർ ലോറിയിൽ, അമിത വേഗതയിലെത്തിയ ബസ് മുന്നിലുള്ള ടിപ്പർ ലോറിയിൽ ഇടിക്കുന്നു. ആ ടിപ്പർ ലോറിയാണ് ഈ റോഡിന്റെ എതിർഭാഗത്ത് ഈ നിയന്ത്രണം വിട്ട് മറിഞ്ഞ് ഈ അടുത്ത പറമ്പിലേക്ക് മറിഞ്ഞിട്ടുള്ളത്. ആ ടിപ്പർ ലോറി കരിങ്കല്ല് കയറ്റി കൊണ്ടുപോകുന്ന ഒരു ലോറിയായിരുന്നു. കരിങ്കല്ല് ഈ ബസ്സിനകത്തേക്ക് തെറിച്ചും ഈ ബസ്സിലുള്ള ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഏകദേശം 15ഓളം ആളുകൾക്ക് തന്നെ, ഈ മുന്നിലിരുന്ന ആളുകൾക്ക് കാര്യമായി പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ 6 പേരുടെ നില ഗുരുതരമാണ്. ഡ്രൈവറുടെ നില അതീവ ഗുരുതരമാണെന്ന് അറിയുന്നു. ഇതുകൂടാതെ തന്നെ ബസ് പിന്നീട് നേരെ ഈ നിയന്ത്രണം വിട്ടിടിച്ചത് ഇവിടെ റോഡിനരികിൽ നിർത്തിയിട്ട മറ്റൊരു വാഹനത്തിലാണ്. പിന്നീട് നേരെ ഈ റോഡിനരികിലുള്ള ഒരു വീടിന്റെ മതിലിലേക്ക് കൊണ്ടിടിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ്. അത്തരത്തിൽ വലിയൊരു അപകടമാണ് നടന്നത്. നാട്ടുകാർ പറയുന്നതനുസരിച്ച് ഒരു വലിയ രീതിയിലുള്ള അപകടം നടന്നു. ഈ ബസ് അമിത വേഗതയിലായിരുന്നു. ഈ ബസിന്റെ അകത്തേക്ക് അടക്കം നോക്കിയാൽ അറിയാം കരിങ്കല്ലിന്റെ കഷ്ണങ്ങൾ അടക്കം അകത്തേക്ക് തെറിച്ച ഒരു സ്ഥിതിയുണ്ട്. അത്തരത്തിൽ വലിയൊരു അപകടമാണ് നടന്നത്. ഇതിൽ 15ഓളം ആളുകൾക്ക് വലിയ രീതിയിൽ തന്നെ പരിക്കേറ്റിട്ടുണ്ട്. ഇതുകൂടാതെ 6 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. നാട്ടുകാരൊക്കെ തന്നെ ഇവിടെ ഈ സമയത്ത് റോഡിൽ ആളുകളില്ലായിരുന്നു. പക്ഷേ അപകടം അറിഞ്ഞ് ഓടിക്കൂടിയ ആളുകളാണ് നമുക്ക് ഈ എതിർഭാഗത്തൊക്കെ കാണാനുള്ളത്. ഇതുകൂടാതെ തന്നെ ഈ സമയത്ത് തന്നെ ഈ ബസ്സിലുള്ള ഈ അമിത വേഗത, ഈ നാട്ടുകാർ ഈ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്ന ആളുകൾ പറയുന്നത് ബസ് അമിത വേഗതയിലായിരുന്നു. ഈ കോഴിക്കോട് നിന്ന് ഇരിട്ടി ഭാഗത്തേക്ക്, കണ്ണൂർ ഇരിട്ടി ഭാഗത്തേക്ക് പോകുന്ന ബസ്സാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്. ഈ വലിയ രീതിയിലുള്ള ഈ ഗതാഗത കുരുക്കടക്കം ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ഈ ഇവിടെയുള്ള നാട്ടുകാരുടെ പ്രതികരണത്തിലേക്ക് അല്പസമയം കൊണ്ട് തന്നെ നമുക്ക് പോകാൻ സാധിക്കുമെന്ന് നമ്മൾ കരുതുന്നു. എന്തായാലും ഈ നാട്ടുകാരുടെ ഈ ഒരു കൃത്യമായ ഇടപെടൽ കൊണ്ട് തന്നെ ആളുകളെ, ഈ ഇവിടെയുള്ള പരിക്കേറ്റ ആളുകളെ വളരെ വേഗത്തിൽ തന്നെ ഇവിടെ നിന്ന് മാറ്റാനുള്ളൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എത്രയും പെട്ടെന്ന് തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും ബീച്ച് ആശുപത്രിയിലേക്കും, ഇതുകൂടെ തന്നെ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലേക്ക് അടക്കമാണ് ഇവിടെയുള്ള ആളുകൾ എത്തിച്ചത്. ചേട്ടാ, ഈ അപകടം നടക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നു വലിയ അപകടമാണല്ലോ ഉണ്ടായിരുന്നത്. ഈ ഒരു ഏരിയയിൽ ഇത്രയും അമിത വേഗതയിൽ തന്നെയാണോ ബസ്സുകളൊക്കെ പോകാറുള്ളത്? ബസ് ഇവിടെ വേഗത കുറവൊന്നുമില്ല. വേഗതയൊക്കെ നല്ല സ്പീഡിൽ തന്നെ പോകാറ്. പിന്നെ ഇവിടെ ക്രോസ് ചെയ്യുന്ന സ്ഥലമാണ്, അങ്ങനെ കണ്ട ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പറയുന്നത്, ഈ പറഞ്ഞ പോലെ തന്നെ ഈ ക്രോസ് ചെയ്യുന്ന ഒരു ഭാഗം കൂടിയാണ്. ഈ